പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി സഞ്ജു ടെക്കി. റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് സഞ്ജു ടെക്കി. കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോടതി പോകണം. കോടതി പോയാലും സീൻ ഇതാണ്, എന്റെ ലൈസൻസ് കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഇപ്പോൾ അളിയന് ലൈസൻസ് ഒന്നും ഇല്ലാതെ ആകെ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മൊത്തത്തിൽ എന്ത് പറയണ്ടേ, മൊത്തത്തിൽ 3G ആണെന്ന് തന്നെ പറയാം. ഇനി കിട്ടത്തില്ല, കാര്യം അപ്പീലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കിട്ടുമെന്ന് ഉറപ്പില്ല. കാര്യം സഞ്ജു ഒരു അഡ്വക്കേറ്റിനെയൊക്കെ പോയി കണ്ടിട്ടും അപ്പീൽ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂഞ്ചിയ അവസ്ഥ തന്നെയാണ്. അപ്പം ഇനിയിപ്പം ഇവിടുന്ന് മാറി ഇനിയിപ്പം വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി നിന്ന് അവിടുന്ന് അങ്ങനെ ലൈസൻസ് എടുത്ത് അത് അങ്ങനെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാര്യം പുള്ളിക്കാരനെ സംബന്ധിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്, പ്രത്യേകിച്ച് വണ്ടികളോടെ നല്ല ക്രേസ് ഉണ്ട്. അപ്പം വണ്ടി ഓടിക്കാതെ സഞ്ജുവിന് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഇരിക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് സ്കൂളിൽ സഞ്ജുവിനെ അതിഥിയായിട്ട് ക്ഷണിക്കുന്നു. കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ ഈ പറയുന്ന സഞ്ജുവിനെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുമ്പം എന്താണ് ശരിക്കും സഞ്ജു ചെയ്തൊരു നല്ല പ്രവൃത്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഗവൺമെൻറ് കൂടെ ഒക്കെ അല്ലേ ഈ പറയുന്ന സഞ്ജുവിനെ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ വലിച്ചു കീറിയതും മീഡിയാസ് ആയാലും പിന്നെ MVDയുടെ സൈഡിൽ നിന്നായാലും സഞ്ജുവിൻ്റെ ലൈസൻസ് കട്ടാക്കി. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് സഞ്ജുവിനെ ഗവൺമെൻറ് സ്കൂളിൽ ഗസ്റ്റായിട്ട് വിളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി സഞ്ജു ടെക്കി. റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് സഞ്ജു ടെക്കി. സഞ്ജു ടെക്കിക്കെതിരെ കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. മണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികളുടെ മാഗസിൻ പ്രകാശനം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഇതൊരു പാർട്ടി പരിപാടിയാണോ? പാർട്ടി പരിപാടിയല്ല, ഔദ്യോഗിക പരിപാടിയാണ്. സർക്കാർ സ്കൂളാണ്. സർക്കാർ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്. അതിലേക്കാണ് സഞ്ജു ടെക്കിയെ ക്ഷണിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കിയെ ക്ഷണിക്കുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാളെ ആ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ എന്താണ് അയാളുടെ യോഗ്യതയെന്നും കുട്ടികളാണ്, കുഞ്ഞുങ്ങൾക്ക് അയാൾ എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഇത്, വിളിക്കുന്നവർക്കെങ്കിലും ഒരു ബോധം വേണം. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സഞ്ജു നമുക്ക് പറയാൻ പറ്റത്തില്ല. സഞ്ജു ഇത്രയും പരിപാടികളെല്ലാം കാണിച്ചത് മൊത്തം നാറിയ പരിപാടിയാണ്, നമുക്കറിയാം. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരുടെയൊക്കെ പരിപാടി ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇത്രയൊക്കെ ഇഷ്യൂസ് നടന്ന ഒരാളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം പഞ്ചായത്തൊക്കെ ചേർന്ന് ഇത് നടത്തുന്ന പരിപാടികളാണെന്ന് പറയുന്നു. ഈ പഞ്ചായത്ത് ചേർന്ന് നടക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും എന്തോ ഒരു ബോധമില്ലാത്ത ആൾക്കാരെങ്ങാണോ? അത് എന്തുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ സഞ്ജുവിനെ മാത്രം ഇവർ ചൂസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ മേ ബി ഇപ്പം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാകാം, അവരുടെ കുറച്ചും കൂടി സ്കൂളിലും കൂടെ പബ്ലിസിറ്റി കിട്ടട്ടെ എന്നുള്ള വെച്ചുകൊണ്ടാണ്. ഗവൺമെൻറ് സ്കൂളിൽ എന്തിനാണ് പബ്ലിസിറ്റി? അതെന്താ, എന്തായാലും കോമഡി ആയിട്ടുണ്ട്. കാര്യം ഇത് കേൾക്കുന്നവർ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുവാണ്. കാര്യം സർക്കാരിന് തന്നെ നാണക്കേടായിട്ട് തന്നെ വരത്തുള്ളൂ. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയും കാണിച്ച് സഞ്ജുവിൻ്റെ ലൈസൻസും കട്ടാക്കി ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് പുള്ളിക്കാരനെ ഗസ്റ്റായിട്ട് വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നട ഇത് തലവാക്കിയുടെ കാണാം. സഞ്ജു ടെക്കി അത്ര വലിയ മറ്റേ കൊലപാതകയോ തീവ്രവാദിയോ ഒന്നും ആണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം നിലവിലുള്ളൊരു വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നിരവധി നിയമലംഘനങ്ങൾ നടത്തിയ ഒരാൾ എന്ത് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. അത് വളരെ ഒരു പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം സഞ്ജു ഒരിക്കലും ഭയങ്കര ക്രിമിനലോ ഭയങ്കര തീവ്രവാദ കാര്യങ്ങളൊന്നും അല്ല. സഞ്ജു ശരിയാണ്, ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. പ്രത്യേകിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നും പറഞ്ഞ് സഞ്ജുവിനെ ഇങ്ങനൊരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ എന്താണ് സഞ്ജു ചെയ്തിട്ടുള്ളൊരു കാര്യം, അത്രയ്ക്ക് ഇപ്പോൾ സഞ്ജുവിനെ റോൾ മോഡലാക്കേണ്ട കേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം. അതിനെപ്പറ്റി എന്തായാലും നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്തായാലും സഞ്ജുവിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് സഞ്ജു ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ലൈസൻസിൻ്റെയൊക്കെ കേസ്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു, ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമ്മുടെ കൈവിട്ട് പോയിരിക്കുവാണ് കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നുമില്ല ഗൈസ്. എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തോ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഗൈസ് ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് ലീഗലി നേരെ പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ അപ്പീലും കാര്യങ്ങളും കൊടുത്തത്. അപ്പീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈസൻസ് കട്ടായി കൈപ്പറ്റിയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണമെന്നായിരുന്നു. അപ്പൊ ഈ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ട അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പീൽ
കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും കിട്ടാനായിട്ട് പാടാം. കാര്യം പ്രത്യേകിച്ച് കോടതി വരെ ഇടപെട്ടിട്ട് പറഞ്ഞ് സഞ്ജുവിനെതിരെ കർശനമായ നിയമം നടപടി എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല പരിപാടിയല്ല. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. പിന്നെ അതൊരു വ്ളോഗായിട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. പ്രത്യേകിച്ച് ഇപ്പം പറയുന്നുണ്ട് ഈ വണ്ടിയുടെ ഫൈനാൻസ് ഉണ്ട്, പിന്നെ ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ പൊളിച്ചു കിടക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇരുന്ന് ചിന്തിക്കുക. അല്ല, ഇത് എത്രത്തോളം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളം ഫേസ് ചെയ്യണമെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ ആലോചിക്കാതൊക്കെ എടുത്തു ചാടുന്നതാണ് നമുക്ക് പിന്നൊരു കാലത്ത് പണിയായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ന്യൂസ് ചാനൽസിന് എല്ലാവർക്കും ഒരു ഭയങ്കര കണ്ടന്റായിട്ട് മാറിയിരിക്കുക. സഞ്ജുവിനെ ബേസ് ചെയ്ത് എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും അവരെടുത്ത് വെച്ചിട്ട് മീഡിയസ് എടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കും. അത് കേട്ടോണ്ടിരുന്നേ പറ്റത്തുള്ളൂ. പിന്നെ അത് പബ്ലിസിറ്റിയായി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ല. ഏതായാലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലൈസൻസും കാര്യങ്ങളൊന്നും ഇനി അങ്ങോട്ട് കിട്ടത്തേ ഇല്ലെന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് വരുത്തി വെച്ചൊരു വിനയാണ്, അത് അനുഭവിക്കുക. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.